സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നതിന് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ വചനം സ്വീകരിക്കാനും വചനം വിശ്വസിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ, ഇവ ശ്രവിക്കുന്നവർ ഓരോരുത്തരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ സമൃദ്ധമായിട്ട് വർഷിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ബലഹീനർക്ക് ശക്തി പകരുകയും കർത്താവെ പലവിധ പീഡകളിൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധരെ, മാലാഖമാരെ, ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ മക്കൾക്കും ലഭിക്കാൻ പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിച്ച് പോയാലും അവരെ തേടി ദൈവം അവരെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ ദൈവസ്നേഹം നമ്മെ അന്വേഷിച്ചു വരുന്ന സംഗതിയാണ്. നമുക്കതിനെക്കുറിച്ച് ഇന്നൊന്ന് ചിന്തിക്കാം. സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയാറ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ്. എന്ന് വെച്ചാൽ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ അവരുടെ പിന്നാലെ പോയി അങ്ങനെ ഒരു രീതി പൊതുവേ നമുക്ക് ഇല്ല. ചിലരൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവിനെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് പോയാലും ആ സ്നേഹം വീണ്ടും അവരെ അന്വേഷിച്ചിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ സംഭവങ്ങൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൂടെ 3 വർഷം, യേശുക്രിസ്തുവിൻ്റെ കൂടെ 3 വർഷത്തോളം എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേർന്ന വ്യക്തികളാണ് നമ്മുടെ അപ്പസ്തോലന്മാർ, പത്രോസും കൂട്ടരും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, യേശുക്രിസ്തുവിനെ യഹൂദർ വധിച്ചതിന് ശേഷം വലിയ നിരാശയിലേക്ക് അപ്പസ്തോലന്മാർ വീണുപോകുന്നത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണാൻ പറ്റും. നിരാശയായി അന്നോളം അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രത്യാശകളെല്ലാം കെട്ടടങ്ങി അവർ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അതെല്ലാം നഷ്ടമായി തോന്നി. എന്താണോ അവരുപേക്ഷിച്ചത് ആ ഒരു ജോലിയിലേക്ക് അവർ പോകാൻ പാകത്തിന് അവരുടെ മനസ്സ് ഇടിഞ്ഞുപോയി. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് അനുവദിച്ചു തരും. എന്ന് വെച്ചാൽ കുറേ നാൾ നമ്മൾ പ്രാർത്ഥിച്ചു, ഒരുപാട് നാൾ ദൈവത്തോട് കൂടെ ആയിരുന്നു, എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാന അർപ്പിക്കും, കുടുംബ പ്രാർത്ഥന മുടങ്ങില്ല, വിശുദ്ധ ബൈബിൾ വായനയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ചില സമയത്ത് നമ്മളിൽ നിന്ന് ദൈവം അകന്നു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പോഴും ആ സ്നേഹം നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല, ആ ദൈവം നമ്മളെ മറന്നു കളഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ യേശു മരിച്ചു, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പത്രോസിനും കൂട്ടർക്കും തോന്നിയപ്പോൾ, വളരെ നിരാശയിൽ അവരുടെ ജീവിതം ആണ്ടുപോയപ്പോൾ പത്രോസ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. മറ്റ് കൂട്ടുകാർ, മറ്റ് ശിഷ്യന്മാർ, സഹപ്രവർത്തകർ പത്രോസിനോട് പറഞ്ഞു, ഞങ്ങളും നിൻ്റെ കൂടെ വരികയാണ്. അവരേകദേശം 7 പേരടങ്ങുന്ന ആ സംഘം ഇതാ കടൽക്കരയിലേക്ക് യാത്രയാവുകയാണ്. പത്രോസ്ലിയ നമുക്കറിയാം, മീൻപിടുത്തക്കാരനായ മുക്കുവൻ. അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ വിളി സ്വീകരിച്ച് മീൻപിടുത്തം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ കൂടെ വന്ന വ്യക്തിയാണ്. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ കൂടെ വരികയും നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ഈ പത്രോസ്ലിയ വലിയൊരു ഞെരുക്കത്തിൽ അകപ്പെട്ടുപോയി. ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ദൈവിക സങ്കല്പത്തിന് വിരുദ്ധമായതൊന്ന് ഇവിടെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും.
അദ്ദേഹം പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എന്തുപേക്ഷിച്ചവോ അത് വീണ്ടും തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഉപേക്ഷിച്ചു പോകുന്നതിനെ വീണ്ടും എടുക്കുകയാണ്. അതിന് കാരണം ആരുടെ പിന്നാലെ പ്രത്യാശയോടെ പുറപ്പെട്ടവോ ആ വ്യക്തി ഇന്ന് എൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു ബോധ്യമാണ് ആ തീരുമാനത്തിന് കാരണം. ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രമേ ദൈവിക ജ്ഞാനം ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടായിരിക്കാം പത്രോസ്ലീഹ പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അതിനകത്ത് നേതാവ് എന്ന നിലയിൽ പത്രോസ് അത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള 6 പേരും ഞങ്ങളും നിൻ്റെ കൂടെ വരികയാണ്, മറ്റുള്ളവരുടെ ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ 7 പേര് കൂടി ആ കടൽക്കരയിലേക്ക് പോയി. അന്ന് രാത്രി മുഴുവനും അവർ വള്ളത്തിലിരുന്ന് മീൻ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നല്ല പ്രാഗൽഭ്യമുള്ള മീൻപിടുത്തക്കാരാണ് പത്രോസും കൂട്ടരും. എന്നിട്ടും ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് ഒരു കൊച്ചു മീനെപ്പോലും കിട്ടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച്, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് നമുക്ക് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തിരുവചനത്തിൽ നമ്മളിങ്ങനെ പഠിപ്പിച്ചത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലെ ഒരുപാട് മനുഷ്യർ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച്, യേശുക്രിസ്തുവിനെ മറന്ന് അവരുടേതായ ജീവിത സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. ദൈവത്തെ കൂടാതെ, ദൈവിക ചൈതന്യം കൂടാതെ, യേശുക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അഥവാ എന്തെങ്കിലും നേടിയാൽ അത് നമുക്ക് ഉപകരിക്കാത്ത വിധത്തിൽ നഷ്ടപ്പെടുന്നതും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഉപേക്ഷിച്ചു പോന്ന ആ തൊഴിൽ യേശുക്രിസ്തു അവരിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ചെയ്തു നോക്കി, പക്ഷേ നേടാൻ പറ്റിയില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി, ലോകസുഖങ്ങൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനത്തിലും സ്നേഹത്തിലും ഐശ്വര്യത്തിലും ജീവിക്കാൻ കഴിയുമോ? അതൊരു ചിന്തയാണ്. മറ്റൊരു ചിന്തയുണ്ട്. ഇവിടെ ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, യേശുക്രിസ്തുവിനെ അവരുപേക്ഷിച്ച പണി വീണ്ടും ചെയ്യാൻ പോയെങ്കിലും നമ്മുടെ കർത്താവ് അവരോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദ ലോർഡ്. ഒരുപക്ഷെ അവരെ അദൃശ്യമായി പിന്തുടരുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അത് പത്രോസിനും കൂട്ടർക്കും മനസ്സിലായില്ല. അവരെ അദൃശ്യമായി പിന്തുടരുന്ന ഒരു വലിയ സ്നേഹം. ഈ ലോകത്തിലെ ഓരോ മനുഷ്യൻ്റെ പിന്നാലെയും ഈ സ്നേഹം അനുദിനം യാത്ര ചെയ്യുന്നുണ്ട്, ഒരു സഹയാത്രികനായിട്ട്. നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ മെനക്കെടാറില്ല. നമ്മുടെ വേദനകളിൽ, നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ കൂടെ നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അതാണ് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന സ്നേഹം, വിട്ടുപോയതിനെ തേടിപ്പോകുന്ന ഒരു സ്നേഹം. ഈ കടൽക്കരയിൽ, തിബേരിയസ് കടൽക്കരയിലേക്ക് നമ്മുടെ കർത്താവ് പ്രഭാതത്തിൽ ചെല്ലുകയാണ്. നേരം വെളുത്തില്ല. ആ സമയത്ത് യേശുക്രിസ്തു ആ കടൽക്കരയിൽ ചെല്ലുന്നു നിൽക്കുകയാണ്. അത് യേശുവാണെന്ന് നമ്മുടെ അപ്പസ്തോലന്മാർക്ക് മനസ്സിലായതുമില്ല. മീൻ കിട്ടാതെ വളരെ വേദനിച്ച് ആ വള്ളത്തിൽ ഇരിക്കുന്ന പത്രോസിൻ്റെയും കൂട്ടരുടെയും നേരെ നോക്കിയിട്ട് നമ്മുടെ കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇന്ന് നമുക്ക് അത് മനസ്സിലാക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? ചങ്കിത്തറയ്ക്കുന്ന ഒരു വാക്കാണ് കർത്താവ് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? ആ വിളി ഒരുപക്ഷെ അവർക്ക് അപ്പത്ര തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തെ അത് കീറി മുറിച്ചിട്ടുണ്ടാകാം.
അവർ വേദനയോടെ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. കർത്താവിൻ്റെ ആ കരുതുന്ന സ്നേഹം, ആ തേടിപ്പുറപ്പെട്ട സ്നേഹം അവരോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അവരതനുസരിച്ചു. വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം ഭയങ്കരമായിരുന്നു. 153 മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അത്രയും മത്സ്യസമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പറഞ്ഞു, അത് കർത്താവാണ്. ആ ശിഷ്യന് പെട്ടെന്ന് അതിന് മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. അത് കർത്താവാണ് എന്ന് പറഞ്ഞ സെക്കൻഡിൽ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ച് വള്ളത്തിൽ കരയിലേക്ക് അടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം തന്നെ ഉപേക്ഷിച്ച് പോയവരോട് കാണിക്കുന്ന ഒരു വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വരട്ടെ. ഒരു പക്ഷേ എന്നെ ഉപേക്ഷിച്ച് പോയവരല്ലേ, ഇനി അവരെ തേടി പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാം. പോയവർ കുറച്ച് കഴിയുമ്പോൾ പഠിച്ചിട്ട് മടങ്ങി വരും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം അതിനനുവദിച്ചില്ല. അവരെവിടേക്കാണോ പോയത് ആ സ്ഥലത്തേക്ക് നമ്മുടെ കർത്താവ് അവരെ അന്വേഷിച്ച് പോവുകയാണ്. അവർ വളരെ വേദനയിലാണ് ഇരിക്കുന്നതെന്ന് നമ്മുടെ കർത്താവിന് മനസ്സിലായി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ വിശന്ന് തളർന്നിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥ നമ്മുടെ ദൈവത്തിന് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ചും ദൈവം ഇത് കരുതുന്നുണ്ട് എന്ന് മറക്കരുത്. ഇന്ന് നീ തളർന്നൊരു വ്യക്തിയാണോ? ഒരുപാട് അധ്വാനിച്ചു, ഒന്നും നേടാൻ പറ്റാതെ ശൂന്യമായ വള്ളവുമായി നിൻ്റെ ജീവിതം മുൻപോട്ട് പോവുകയാണോ? ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവരെല്ലാം വഴിതെറ്റി പോയപ്പോൾ ദൈവമേ ഇന്നെല്ലാം തകർന്നല്ലോ എന്ന വേദനയോടെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരുമായിരിക്കുന്ന ഒരു വ്യക്തിയാണോ? സമീപത്ത് യേശുക്രിസ്തുവുണ്ട്. നിൻ്റെ വേദന മനസ്സിലാക്കാൻ, നിൻ്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കാൻ, നിൻ്റെ പ്രയാസങ്ങളിൽ നിന്നെ ആശ്വസിപ്പിച്ച് നിനക്ക് വേണ്ടത് നൽകാൻ കർത്താവ് സമീപത്തുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ എന്ന ചോദ്യം ഒരു കളിയാക്കലായി തോന്നിയില്ല. അത് ഒരുപക്ഷെ മീൻ മേടിക്കാൻ വന്ന ആരുടെയെങ്കിലും ഒരു ചോദ്യം പോലെ അവർക്ക് തോന്നിയിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ആ വാത്സല്യം, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി ഈശോ ഈ വാക്കുച്ചരിക്കുന്നുണ്ട്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ഒരുപാട് അധ്വാനിച്ചില്ലേ? നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചില്ലേ? ബാലൻസ് എന്തുണ്ട്? കർത്താവ് ചോദിക്കുകയാണ്. ശൂന്യമായ കരങ്ങൾ, ശൂന്യമായ മനസ്സ്, ഒന്നും നേടാൻ പറ്റാതെ നിരാശയും ദുഃഖവും ജീവിതത്തിൽ തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. എങ്കിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരൂ. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ തയ്യാറാകൂ. അപ്പോൾ നിൻ്റെ കൂടെ നിന്ന് നിന്നെ കരുതുന്ന ഒരു സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റും. അവർ വള്ളത്തിൽ കരയോടടുത്തു. വള്ളത്തിൽ നിറങ്ങിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കാണുകയാണ്. എത്ര മനോഹരമാണത്! തീ കൂട്ടിയിരിക്കുന്നതും അപ്പം വച്ചിരിക്കുന്നതും അവർ കാണുകയാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, ആ രാത്രിയിൽ ഒരുപക്ഷെ ഒന്നും ഭക്ഷിക്കാനില്ലാതെ പാനം ചെയ്യാനില്ലാതെ വേദനയോടെ തൻ്റെ അപ്പോസ്തലന്മാർ കടുത്ത സങ്കടത്തിലാണ് എന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ, അവർക്ക് വിശപ്പുണ്ടെന്ന് മനസ്സിലായപ്പോൾ, അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ട് കർത്താവിന് മനസ്സിലായപ്പോൾ, അവിടുത്തെ സ്നേഹം നോക്കൂ, തീ കൂട്ടിയിരിക്കുന്നതും അതിൽ അപ്പം വച്ചിരിക്കുന്നതും അവർ കണ്ടു. ഈശോ പറയാണ്, നിങ്ങളിപ്പോൾ പിടിച്ച മീൻ കൂടി കൊണ്ടുവരുവിൻ. അവരുടെ അധ്വാനത്തെ കൂടി കർത്താവ് മാനിക്കുകയാണ്. എന്നിട്ട് വന്ന് പ്രാതൽ കഴിക്കുവിൻ. പ്രഭാതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? പ്രഭാത ഭക്ഷണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം തൻ്റെ അപ്പോസ്തലന്മാർ തന്നെ ഉപേക്ഷിച്ച് തന്നെ വിട്ടകന്നു പോയെങ്കിലും അവരുടെ പിന്നാലെ ചെന്ന് അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു സ്നേഹം, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ അവരുടെ പിന്നാലെ പോകുന്ന ഒരു സ്നേഹം, ഇത് ഇന്ന് ലോകത്തോട് മുഴുവൻ ദൈവം കാണിക്കുന്നുണ്ട്. അനേകർക്കത് തിരിച്ചറിയാൻ പറ്റണില്ല. അനേകർക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റണില്ല. അവരുടെ വിശപ്പറിഞ്ഞ കർത്താവ്, അവരുടെ വേദന മനസ്സിലാക്കിയ കർത്താവ് അവരെ കുറ്റപ്പെടുത്താതെ, തള്ളിക്കളയാതെ, അവരെ ഉപദേശിക്കാതെ, മക്കളെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പം എന്തായി എന്നൊന്ന് ചോദിക്കാതെ, എന്തിനാ പോയത്,
ഞാൻ മരിച്ചുദ്ധാനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്നൊന്നും ചോദിക്കാതെ, ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഒത്തിരി സ്നേഹത്തോടെ കർത്താവ് അവരെ വിളിക്കുകയാണ്. വന്ന് പ്രാതൽ കഴിക്കുവിൻ, വന്ന് പ്രാതൽ കഴിക്കുവിൻ. അപ്പവും മീനും ചേർത്ത് അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം എത്ര അഗാധമാണ്. എന്തുമാത്രം ആ ദൈവസ്നേഹം ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. ലോകവും അതിൻ്റെ മോഹവും നമ്മളെ തേടി വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവമില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ, ലോകത്തിലെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ച് നമ്മുടേതായ വഴികൾ തേടിപ്പോയവരാണോ? ദൈവത്തിൻ്റെ കൂടെ നിന്ന് ജീവിച്ച നീ ഒരുപക്ഷെ പ്രതിസന്ധികളിൽ തട്ടി, പ്രയാസങ്ങളിൽ തട്ടി, മറ്റേതെങ്കിലും കാരണങ്ങളാൽ നീ നിൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ച് ഏത് ജീവിത സാഹചര്യത്തിൽ മടങ്ങി വന്നുവോ അതിലേക്ക് നീ മടങ്ങിപ്പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവ് നിന്നെ തിരിച്ചു വിളിക്കുകയാണ്. ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ചുവോ, ഏതവസ്ഥയിൽ നിന്ന് നീ ദൈവത്തെ ഉപേക്ഷിച്ചു പോയവോ അതിലേക്ക് മടങ്ങി വരാൻ കർത്താവ് നിൻ്റെ പിന്നിൽ നിന്ന് നിന്നെ ക്ഷണിക്കുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ നിന്നെ സ്നേഹിക്കുന്ന ആ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കളഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തിയല്ല ദൈവം. മറിച്ച് നിൻ്റെ വേദനകളിൽ, നിൻ്റെ തകർച്ചകളിൽ, നീ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്നെ അന്വേഷിച്ചു വരുന്നവൻ, അവിടെ ആശ്വാസം നൽകുന്നവൻ, കുറ്റപ്പെടുത്താതെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സ്നേഹമുണ്ട് ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഒരു തെറ്റായ ചിന്തയും മനസ്സിൽ സൂക്ഷിച്ചില്ലല്ലോ. ഇവർ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് ചിന്തിച്ചില്ലല്ലോ. അവരൊരു പാഠം പഠിച്ചിട്ട് മടങ്ങി വരട്ടെ എന്ന് ചിന്തിച്ചില്ലല്ലോ. ഇത്രയും നാൾ 3 വർഷക്കാലം ഞാൻ അവരെ ഉപദേശിച്ചു, ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടു, ഞാൻ അവരെ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ ഇന്നോളം കാണാത്ത വിധത്തിലുള്ള ദൈവ സാന്നിധ്യം അവർക്ക് ലഭിച്ചു. താബോർ മലയിൽ എൻ്റെ സ്വർഗീയ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞതാണ് ഈ പത്രോസും കൂട്ടരും. എന്നിട്ടും എന്തേ അവരെന്നെ ഉപേക്ഷിച്ചു പോയി? വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ഞാൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തതല്ലേ? എന്നിട്ടെന്തേ അവരെന്നെ ഉപേക്ഷിച്ചു പോയി? ഞാൻ 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുമെന്നും യഹൂദരുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുമെന്നും മരിക്കുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ അവരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ? എന്നിട്ടെന്തേ ഈ ജനം ഇങ്ങനെ ചെയ്തു എന്ന് കർത്താവ് ഓർത്തില്ല. ദൈവം മനുഷ്യൻ്റെ ബലഹീനതകളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവനാണ്. ഒരു പക്ഷേ എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ എനിക്ക് മനസ്സിലാകുന്നതിനേക്കാൾ അധികമായി എൻ്റെ ദൈവത്തിനറിയാം. ആ ബലഹീനതയോട് കൂടെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ ബലഹീനതയോട് കൂടെ തന്നെ എൻ്റെ ദൈവം എന്നെ കരുതുന്നു. ആ പോരായ്മകളിൽ എന്നെ ബലപ്പെടുത്താൻ എൻ്റെ സ്നേഹമായ ദൈവം എൻ്റെ കൂടെയുണ്ട്. നിയമാവർത്തനം 32:10-11 നമ്മൾ വായിക്കുന്നില്ലേ? മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞാൻ അവനെ കണ്ടെത്തി, വാരിപ്പുണർന്നു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു. കൂടി ചലിപ്പിക്കുകയും വിരിച്ച ചിറകിന് മുകളിൽ തൻ്റെ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്ത കഴുകനെ പോലെ നിന്നെ സംരക്ഷിച്ചത് ഞാനാണ്, നിന്നെ വഹിച്ചത് ഞാനാണ്, നിന്നെ നയിച്ചത് ഞാനാണ്. അതാണ് ദൈവം പറയുന്നത്. ഇവിടെ അപ്പോസ്തലന്മാർ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന ഒരു മണലാരണ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് താണുപോയി, പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെയായി. അതുകൊണ്ടാണല്ലോ അവർ ഉപേക്ഷിച്ചു പോന്ന അതേ തൊഴിലിലേക്ക് വീണ്ടും മടങ്ങിയത്. കാരണം അവരെ നയിക്കുമെന്ന് പറഞ്ഞവൻ, അവർക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയവൻ കാണാനില്ല, മരിച്ചുപോയി. യേശുക്രിസ്തു ഉദ്ധാനം ചെയ്യുമെന്നും ഒരു നവജീവിതമുണ്ടെന്നും യേശുക്രിസ്തു ഉദ്ധാനം ചെയ്ത് അവർക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അത്രമാത്രം ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ നമ്മൾ അപ്പോസ്തലന്മാർ അകപ്പെട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതാവസ്ഥ നിനക്കുണ്ടോ? ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുക. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നീ? ഒരുപക്ഷെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരും പ്രിയപ്പെട്ടവരും നിന്നെ തള്ളിക്കളഞ്ഞുവോ? എങ്കിൽ നിരാശപ്പെടരുത്. മരുഭൂമി
അവസ്ഥയിലാണോ നിൻ്റെ ജീവിതമെങ്കിൽ എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ നിരാശപ്പെടരുത്. അരികിൽ ഒരു കർത്താവുണ്ട്. അരികിൽ ഒരു കർത്താവുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാനും, നിന്നെ വീണ്ടും ഉയർത്താനും, നിൻ്റെ ദാഹവും വിശപ്പും മാറ്റി നിന്നെ ദൈവ കൃപയുള്ള ഒരു വ്യക്തിയാക്കി ആ സ്നേഹം രൂപാന്തരപ്പെടുത്താനുമായി നിൻ്റെ കൂടെയുണ്ട്. നിനക്കത് അജ്ഞാതമാണ് എന്ന് മാത്രമേ ഉള്ളൂ. നിനക്കത് കാണാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈശോ നമ്മുടെ ചാരയുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സ്വരം നിൻ്റെ കാതുകളിൽ അലയടിക്കട്ടെ. വന്ന് പ്രാതൽ കഴിക്കുവിൻ എന്ന് പറയുന്ന ആ സ്വരം നിൻ്റെ കാതുകളിൽ അലയടിക്കട്ടെ. ക്രിസ്തുവിലേക്ക് വരൂ, ദൈവത്തിലേക്ക് വരൂ. അവിടെ നിനക്ക് വേണ്ടി സജ്ജമാക്കി വച്ചിരിക്കുന്ന സമ്പത്തുണ്ട്, അനുഗ്രഹമുണ്ട്. നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഏത് പ്രതിസന്ധിയിൽ തട്ടിക്കിടക്കുന്നുവോ അതിനൊരു പരിഹാരം കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് പറയുന്നത്, വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവരുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, അവരനുഭവിക്കുന്ന വിശപ്പിൽ ആശ്വാസം നൽകുന്ന നമ്മുടെ കർത്താവ്, കുറ്റപ്പെടുത്താത്ത നമ്മുടെ കർത്താവ്. ഇന്ന് കർത്താവിലേക്ക് നമുക്ക് മടങ്ങാം. തൊട്ടരികിൽ നിന്ന് നിന്നെ മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നിനക്ക് കേൾക്കാം. വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. വരുവിൻ, ഞാൻ നിനക്ക് രക്ഷ നൽകുന്ന ദൈവമാണ്. ആ സ്നേഹം നമ്മെ അതിനുവേണ്ടി പ്രാപ്തരാക്കട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും, സകല വേദനകളിൽ നിന്നും, സകല തകർച്ചകളിൽ നിന്നും ഈ സ്നേഹം അവരെ ഉദ്ധരിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം വഴി ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അനന്തമായ സ്നേഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കൃപ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.